ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയ സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് FC മത്സരത്തോടുകൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിന് ആരംഭം കുറിക്കും. വൈകിട്ട് 5 മണിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം അരങ്ങേറുക. മത്സരങ്ങൾ എങ്ങനെയാണ് ലൈവായിട്ട് വീക്ഷിക്കാമെന്നത് പരിശോധിച്ചാൽ, ഒഫീഷ്യലായിക്കൊണ്ട് മൊബൈലിലൊക്കെ മത്സരം ലൈവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാൻ കോഡ് ആപ്പിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ഇനി TV ടെലികാസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഒരു അപ്ഡേറ്റ്സും നമുക്ക് ലഭിച്ചിട്ടില്ല. മത്സരം ഏത് ചാനലിലായിരിക്കും എന്ന കാര്യത്തിൽ നിലവിൽ ഒരു അപ്ഡേറ്റ്സും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി ഒഫീഷ്യൽ അല്ലാതെ മത്സരം മൊബൈലിലൂടെ ലൈവായിട്ട് ഫ്രീ ആയിട്ട് വീക്ഷിക്കാൻ സാധിക്കുന്ന പല വഴികളുമുണ്ട്. അതിൻ്റെ ലിങ്കുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുക. മത്സരത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ മത്സരം എങ്ങനെ ഫ്രീ ആയിട്ട് ലൈവായിട്ട് വീക്ഷിക്കാം എന്നതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സംബന്ധിച്ചിടത്തോളം ആവറേജിലും താഴെയുള്ള ഒരു സ്കോഡുമായിട്ടാണ് ഈ സീസണിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിയിട്ടുള്ളത്. ഫോറിൻ താരങ്ങൾ ഓക്കെ, നമുക്ക് ഈ സീസണിലെ പ്രതിസന്ധികളൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ടീമിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കളിക്കേണ്ട ഒരു പിടി മികച്ച താരങ്ങളിൽ നിന്നും ഇന്ത്യൻ താരങ്ങളെ ടീം മറ്റു ക്ലബ്ബുകൾക്ക് വിട്ടുകൊടുക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടു, അസറിനെയും ഐമനെയും ടീം റിലീസ് ചെയ്തു. ഇപ്പോൾ അമീർ റാണവിടെയും അതുപോലെ തന്നെ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോൾ കീപ്പിങ്ങിൽ എക്സലൻറ്റ് പെർഫോമൻസ് നടത്തിയിരുന്ന, നമുക്കൊക്കെ ഒരു പ്രതീക്ഷ നൽകിയിരുന്ന നോറ ഫെർണാണ്ടസിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് FC റിലീസ് ചെയ്തു. പല ആരാധകരും ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഈ സീസണിനെ നോക്കിക്കാണുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് കണ്ടറിയാം. ഫെബ്രുവരി 14 മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് FC കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളൊരു പ്രഡിക്റ്റഡ് 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും. നമുക്ക് മറ്റൊരു മികച്ച ഓപ്ഷനായിരുന്ന നോറ ഫെർണാണ്ടസിനെ ടീം റിലീസ് ചെയ്ത് കഴിഞ്ഞു. സോ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഗോൾ പോസ്റ്റിൽ ഉണ്ടാവുക. ഇനി പ്രതിരോധ നിരയിലേക്ക് നോക്കിയാൽ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ വിദേശ താരമായിട്ടുള്ള ഉമർ ബായും അതുപോലെ തന്നെ ബികാസ് യുംനാമും. ഇനി റൈറ്റ് വിൻ ബാക്കിലേക്ക് വന്നാൽ നമ്മുടെ ടീമിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർ റൈറ്റ് വിൻ ബാക്കായിരുന്നു അമീർ റാണവിടെ. ഏറെ പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ച അമീർ റാണവിടെ ഒരു മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ സീസണിൽ ആദ്യമായിട്ട് എതിരിടുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് തന്നെ വിട്ട് തുലച്ച് കളഞ്ഞു. സോ ഒരുപക്ഷെ ഇനി റൈറ്റ് വിൻ ബാക്കായിട്ട് ഐബാൻ ഡോഹ്ലിങ്ങിനെയും അതുപോലെ തന്നെ ലെഫ്റ്റ് വിൻ ബാക്കായിട്ട് നവോച്ച സിംഗിനെയും പ്രതീക്ഷിക്കാം. മിഡ്ഫീൽഡിൽ ഡബിൾ പ്യൂട്ട് റോളിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ റൗളിൻ ബോർജസും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് വിദേശ താരമായിട്ടുള്ള മെർലോൺ റൂസ്. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ കോറോ സിംഗും ലെഫ്റ്റിൽ കെവിൻ യോക്കോയും സെൻറ്റർ ഫോർവേഡായിട്ട് മുന്നേറ്റത്തിൽ വിക്ടർ ബെർട്ടോമോയും കളിച്ചേക്കും. ഇത് ജസ്റ്റ് ഒരു സാധ്യത, പ്രഡിക്റ്റഡ് 11 മാത്രമാണ്. ഏതായാലും പരിശീലകൻ ഡേവിഡ് കാറ്റലക്ക് കീഴിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിനിറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകുമോ നമുക്ക് കണ്ടറിയാം. ആവേശകരമായ മത്സരം ഫെബ്രുവരി 14 വൈകിട്ട് 5 മണിക്ക് അരങ്ങേറുന്നു.